കൊച്ചിയിൽ നടിയെ പീഡിപ്പിച്ച കേസിൽ 7 വർഷത്തിന് ശേഷം പൾസർ സുനി പുറത്തിറങ്ങിയപ്പോൾ പൂമാലയിട്ട് സ്വീകരണം, മുദ്രാവാക്യം വിളി, പുഷ്പവൃഷ്ടി. ഇതിനപ്പുറം മലയാളിക്ക് തലകുനിക്കാൻ മറ്റെന്തെങ്കിലും വേണോ? ഒരു ബലാത്സംഗ കേസിലെ പ്രതിയെ ഇങ്ങനെ തോളിലേറ്റി സ്വീകരിക്കണമെങ്കിൽ അത്രയ്ക്കും അധപ്പതിച്ചോ സാക്ഷര കേരളത്തിൻ്റെ സംസ്കാരം? പൾസർ സുനി ജയിലിന് പുറത്തിറങ്ങിയെങ്കിലും കർശന ഉപാധികളോടെയാണ് ജാമ്യം. ഇതോടൊപ്പം ബംഗ്ലാദേശിൽ നിന്ന് കേരളത്തിലെത്തി സെക്സ് റാക്കറ്റ് സംഘത്തിൻ്റെ കെണിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ദുരിത കഥയും സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമ കേസും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി 7.5 വർഷത്തിന് ശേഷം തല ഉയർത്തി ജയിലിന് പുറത്തിറങ്ങിയപ്പോൾ തല കുനിച്ചത് ഒരു നാടാണ്. മലയാളികൾ ഒന്നടങ്കമാണ്. കേരളം വെറുക്കപ്പെട്ടവനായി കാണുന്ന ബലാത്സംഗ കേസിലെ പ്രതിക്ക് കോടതിക്ക് പുറത്ത് ലഭിച്ചത് വൻ സ്വീകരണം. മുദ്രാവാക്യം വിളിക്കാനും പുഷ്പവൃഷ്ടി നടത്താനും കേരള മെൻസ് അസോസിയേഷൻ എന്ന സംഘടനയുടെ തലതെറിച്ച ചില ജന്മങ്ങളെയും കണ്ടു. കർശന ഉപാധികളോടെയാണ് സുനിക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. മാധ്യമങ്ങളോട് സംസാരിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, ഒരു സിം കാർഡ് മാത്രമേ ഉപയോഗിക്കാവൂ എന്നിവയാണ് ജാമ്യ വ്യവസ്ഥകൾ. നടിയെ ആക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി പൾസർ സുനി CS സുനിൽകുമാർ എന്ന ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നു. സുപ്രീം കോടതി അനുവദിച്ച ജാമ്യം വിചാരണ കോടതി ജാമ്യ വ്യവസ്ഥകൾ ശരിവെച്ചുകൊണ്ടാണ് ജാമ്യവ്യവസ്ഥകൾ ഇന്ന് വിചാരണ കോടതിയിൽ അത് വാദം നടന്നു. പ്രോസിക്യൂഷൻ ഉന്നയിച്ച ജാമ്യ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ഇന്ന് 4:30 എറണാകുളം സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു. ഇതിൽ പുറത്തിറങ്ങിയ പൾസർ സുനി ബന്ധുക്കൾക്കൊപ്പം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിരിക്കുന്നു. ഈ ജാമ്യ വ്യവസ്ഥകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ എന്ന് പറയാവുന്നത് മാധ്യമങ്ങളോട് സംസാരിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയും ഇന്ന് രാവിലെ പലവട്ടം മാധ്യമപ്രവർത്തകർ സുനിയോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചെങ്കിലും കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇത്തരമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചിരുന്നെങ്കിലും ഒന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല. പിന്നീടാണ് ജാമ്യ വ്യവസ്ഥകൾ അടക്കം നിശ്ചയിച്ചത്. പിന്നീട് യാതൊരു പ്രതികരണത്തിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും തന്നെ നിന്നിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഇതിൽ ജാമ്യ വ്യവസ്ഥകൾ തന്നെയാണ്. പ്രോസിക്യൂഷൻ പ്രധാനമായിട്ട് തന്നെ ഉന്നയിച്ചത് ഇത് വിചാരണ നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ഈ ഘട്ടത്തിൽ ഇതിലെ കേസിൽ ഏറ്റവും സുപ്രധാനമായ ഒരു പ്രതി പുറത്തേക്ക് വരുന്നത് അതിന്റെ വിചാരണ നടപടികൾ കേസിന്റെ ഗതിയെ തന്നെ ബാധിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത്തരം ആശങ്കകളും കാര്യങ്ങളും എല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ ജാമ്യ വ്യവസ്ഥകളടക്കം നിശ്ചയിക്കപ്പെടുന്നത്. ഇതിൽ കോടതിയുടെ പരിധി വിട്ട് പോകരുത്. എല്ലാ ആഴ്ചയിലും തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഒപ്പ് രേഖപ്പെടുത്തണം. ഒപ്പം തന്നെയും ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിന്റെ വിശദാംശങ്ങളടക്കം ഈ കോടതിക്ക് പോലീസിനടക്കം കൈമാറേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിയുടെ സുരക്ഷ ഉറപ്പുവരുത്തണം. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് പ്രകാരം തന്നെയും പ്രോസിക്യൂഷൻ സമർപ്പിച്ച രേഖകളിൽ ഇയാൾക്ക് ജീവന് ഭീഷണിയുണ്ടെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയും ഇത്തരം കാര്യങ്ങളിൽ റൂറൽ SPക്ക് സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തേണ്ട ചുമതലയുണ്ട് എന്നതടക്കം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. 26-ാം തീയതി കോടതിയിൽ ഹാജരാവുക, അത് മാത്രമേ ഉള്ളൂ. എല്ലാ ഉപാധികളും കൃത്യമായി നോക്കുക എന്നുള്ളത് അത് വേണം. അതില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. ഉപാധികളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതെല്ലാം അങ്ങനെ തന്നെ പാലിക്കണം. ഈ പറയുന്ന പോലെ പ്രധാന ഇത് മാധ്യമങ്ങളോട് സംസാരിക്കരുത്. പിന്നെ ഈ എറണാകുളം ജൂറിസ്ഡിക്ഷൻ വിട്ടുപോകരുത്. മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നെങ്കിൽ അതിൽ ഒരു സിം യൂസ് ചെയ്യാവൂ. ആ സിമ്മിന്റെ നമ്പർ കൊടുക്കണം. അങ്ങനെ 1 ലക്ഷം രൂപയുടെ 2 പേരുടെ ആൾജാമ്യത്തിന്റെ കൂടി വ്യവസ്ഥയിലാണ് പൾസർ സുനിക്ക് 7.5 വർഷത്തിന് ശേഷം ജാമ്യം അനുവദിക്കുന്നത്. ഇതിൽ 10 തവണയോളം തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയും ജാമ്യത്തിന് വേണ്ടി സമീപിക്കുകയും തുടർച്ചയായി ഇത്തരം ജാമ്യ അപേക്ഷകളുമായി ചെല്ലുന്നതിന് കോടതി തന്നെയും പിഴ ഈടാക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടായിരുന്നു.
പിന്നീടാണ് സുപ്രീം കോടതിയിലേക്ക് കേസ് പരിഗണനയിലേക്ക് എത്തുന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് വിചാരണ നടപടികൾ നീണ്ടുപോകുന്നു എന്നത് സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇയാൾക്ക് ജാമ്യം അനുവദിക്കാനായിട്ട് നിർദ്ദേശമടക്കം നൽകിയത്. ഇതനുസരിച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇന്ന് പ്രോസിക്യൂഷന്റെ വാദം കേട്ട ശേഷമാണ് ഇതിൽ ഉപാധികൾ നിശ്ചയിക്കുകയും തുടർന്ന് അത്തരം ആ വ്യവസ്ഥകൾ ഉപാധികളെല്ലാം തന്നെ അംഗീകരിച്ചുകൊണ്ട് ഇവിടേക്ക് കോടതി ഉത്തരവുമായി പൾസസുന്റെ അഭിഭാഷകനെത്തുകയും ജാമ്യം തിരക്കൽ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. അതിനുശേഷം ജാമ്യം അനുവദിക്കപ്പെട്ടു. അതിന്റെ ഉത്തരവിന് ശേഷം എറണാകുളം സബ് ജയിലിൽ നിന്ന് ബന്ധുക്കൾക്കൊപ്പം പൾസസുനി മടങ്ങുകയും ചെയ്തു. ഇവിടെ സ്വീകരിക്കാൻ എന്ന പേരിൽ എത്തിയിരുന്ന ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് ചില സ്വീകരണ പരിപാടികൾ പോലെ ഇവിടേക്ക് എത്തിയിരുന്നു. അവരെ ഈ പൾസസുനിയുടെ അഭിഭാഷകർ തന്നെ വിളിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അത്രയും ചില കാര്യങ്ങൾ കൂടി ഈ ജയിലിന് മുന്നിൽ നടന്നു. ഡാനി പോൾ, ന്യൂസ്.